ഒരു 9mm ബ്രൗണിംഗ് ഗൺ എടുത്ത് പോപ്പിന് നേരെ വെടിയുതിർക്കുകയുണ്ടായി. ബുള്ളറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? സിൽവർ ബുള്ളറ്റ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. 1981 സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയർ, അന്നത്തെ പോപ്പായിരുന്ന പോപ്പ് ജോൺ പോളിനെ വധിക്കാൻ 2 പേര് വന്നിരിക്കുകയാണ്. അതിലൊരു വ്യക്തി എന്ന് പറഞ്ഞ ഒരു ഷാർപ്പ് ഷൂട്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് മെഹമ്മദ് അലി ആജ. അദ്ദേഹം കുറേ നേരം നിലത്തിരുന്ന് പോസ്റ്റ് കാർഡുകൾ സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പോപ്പിനെ വിഷ് ചെയ്തു. പെട്ടെന്ന് പോപ്പ് മൊബൈൽ വന്ന് നിന്നു. ജനങ്ങൾ അതിന് ചുറ്റും തടിച്ചുകൂടാൻ തുടങ്ങി. അതിനിടയിലൂടെ വഴിവെട്ടി മുന്നോട്ട് പോയ ആജ ഏകദേശം 3.5 മീറ്റർ മുന്നിൽ വെച്ച് ഒരു 9mm ബ്രൗണിംഗ് ഗൺ എടുത്ത് പോപ്പിന് നേരെ വെടിയുതിർക്കുകയുണ്ടായി. അദ്ദേഹം 4 ഷോട്ടുകളാണ് ഫയർ ചെയ്തത്. 2 എണ്ണം പോപ്പിനെ കാണാനെത്തിയ ആൾക്കാരുടെ ദേഹത്ത് കൊണ്ടു. 1 എണ്ണം പോപ്പിൻ്റെ ഇൻഡെക്സ് ഫിംഗറിൽ, ലെഫ്റ്റ് ഹാൻഡിലെ ഇൻഡെക്സ് ഫിംഗറിലും. മറ്റേ ബുള്ളറ്റ് പോപ്പിൻ്റെ വൈറ്റൽ ഓർഗനെ ഹാം ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ലോവർ ചെസ്റ്റിൽ കയറുകയും ചെയ്തു. അതിനുശേഷം നടന്ന സംഭവങ്ങൾ നമുക്കറിയാം. പോപ്പ് ജോൺ പോളിനെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ആ വെടിയുണ്ട പുറത്തെടുക്കുകയും പോപ്പ് ജോൺ പോൾ ആ വെടിയുണ്ട കൊണ്ടുപോയി ഫാത്തിമയിലെ മാതാവിൻ്റെ കിരീടത്തിൽ വെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്നും ആജായുടെ തോക്കിൽ നിന്ന് ഉതിർത്ത ആ വെടിയുണ്ട നമുക്ക് കാണണമെങ്കിൽ ഫാത്തിമയിലെ മാതാവിൻ്റെ കിരീടത്തിൽ നോക്കിയാൽ ആ കിരീടത്തിനകത്ത് അത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പോപ്പ് ജോൺ പോൾ വെടിയേറ്റ് വീണ സമയത്ത് പോലും പോപ്പ് പറഞ്ഞു മഡോണ മഡോണ എന്ന് വിളിച്ചുകൊണ്ടാണ് തൻ്റെ പോപ്പ് മൊബൈലിലെ കസേരയിലേക്ക് അദ്ദേഹം മറിഞ്ഞു വീണത്. വളരെയധികം വളരെ മാതൃഭക്തനായ പോപ്പ് ജോൺ പോളിനെ അത്രയും തൊട്ടടുത്ത് പോലും നിന്നിട്ട് 3.5 മീറ്ററോളം എന്ന് പറഞ്ഞാൽ പോയിന്റ് ബ്ലാങ്ക് ഫയറിംഗ് റേഞ്ചിൽ കിട്ടിയിട്ട് പോലും ഒരു ഷാർപ്പ് ഷൂട്ടറായ ആജയ്ക്ക് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം തിരിച്ചു വരികയും താൻ ജീവിതത്തിൽ അതുവരെ വിസിറ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ പിന്നീട് വിസിറ്റ് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് പോപ്പ് ജോൺ പോളിൻ്റെ. ഞാനിത് പറയാനായിട്ടുള്ള പ്രത്യേക കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹാവിശുദ്ധൻ മാക്സിമിലിയൻ കോൾബെ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഹിറ്റ്ലറിൻ്റെ കൈ ബുള്ളറ്റുകളുണ്ട്, ഞങ്ങളുടെ കയ്യിലുമുണ്ട് വെടിയുണ്ടകൾ. ഞങ്ങളുടെ കൈ സിൽവർ ബുള്ളറ്റ്സ് ആണുള്ളത്. മാക്സിമിലിയൻ കോൾബെ സ്ഥാപിച്ചതാണ് മിലീഷ്യ ഇമ്മാക്കുലേറ്റ. മിലീഷ്യ ഇമ്മാക്കുലേറ്റ അദ്ദേഹം സ്ഥാപിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞു there should be people to fight evil and bring back to Jesus with the intercession of Mary. അതിന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും വലിയ ആയുധം നമ്മുടെ സിൽവർ ബുള്ളറ്റുകളാണ്. നമ്മൾ സെയിൻറ്റ് പോളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുക. അപ്പോൾ മാക്സിമിലിയൻ കോൾബെ പറഞ്ഞു സിൽവർ ബുള്ളറ്റുകളാണ് മിലീഷ്യ ഇമ്മാക്കുലേറ്റയുടെ ഏറ്റവും വലിയ ആയുധം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മിലീഷ്യ ഇമ്മാക്കുലേറ്റ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കോൾബെയുടെ നേതൃത്വത്തിൽ ഹിറ്റ്ലറിനെതിരെയുള്ള അവരുടെ യുദ്ധം പ്രഖ്യാപിക്കുകയും സ്ട്രീറ്റുകളിൽ ഇറങ്ങി നൈറ്റ്സ് ഓഫ് ദി ഇമ്മാക്കുലേറ്റ് എന്ന് പറഞ്ഞ അവരുടെ പാംഫ്ലെറ്റുകൾ വിതരണം ചെയ്യുകയും അതിനോടൊപ്പം മാതാവിൻ്റെ കാശുരൂപങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു തുടങ്ങി. ഈ കാശുരൂപങ്ങളെയാണ് കോൾബെ പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ സിൽവർ ബുള്ളറ്റുകൾ. കോൾബെ അതിനുശേഷം ഒരു പ്രാവശ്യം നാസികൾ വന്ന് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ പ്രിസണിലാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ വിട്ടയച്ചതിന് ശേഷം തിരിച്ച് നീപ്പോക്കൊല്ലനോവിൽ എത്തിയതിനു ശേഷം കോൾബെ തൻ്റെ ഹിറ്റ്ലറിനോടുള്ള യുദ്ധം ഇരട്ടിപ്പിക്കുകയും പാംഫ്ലെറ്റ്സ് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും സിൽവർ ബുള്ളറ്റ്സ് സ്ട്രീറ്റുകളിൽ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഫെലോ ഫ്രയേഴ്സിൻ്റെ കൂടെ നാട് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും തുടങ്ങി. കോൾബെയെ കൊണ്ട്
പൊറുതിമുട്ടിയ നാസികൾ പിന്നെയും കോൾബയുടെ ഡോറിൽ നോക്കിയിരുന്നു. അന്ന് തൻ്റെ യാത്ര പറഞ്ഞ് പോകുന്നതിന് മുമ്പേ കോൾബെ തൻ്റെ മുറിയിലിരുന്ന് പറഞ്ഞു, യെസ് മേരി. കാരണം കോൾബയ്ക്ക് അറിയാമായിരുന്നു, ഈ എൻ്റെ പോക്കിൽ ഞാൻ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട കോൾബയെ കൊണ്ടുവരുന്നത് ഓഷ്വിറ്റ്സ് എന്ന് പറഞ്ഞ ഡെത്ത് ഫാക്ടറിയിലേക്കാണ്. അതിനെ പല ചരിത്രകാരന്മാരും വിളിച്ചിരിക്കുന്നത് ദ ഹ്യൂമൻ എക്സ്റ്റെർമിനേഷൻ ഫാക്ടറി എന്നാണ്. കാരണം മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഫാക്ടറി ആയിരുന്നു ഓഷ്വിറ്റ്സ്. ഓഷ്വിറ്റ്സിൽ വന്ന് തടങ്കലിൽ താമസിക്കുന്ന സമയത്ത് കോൾബയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് ഗയോണിഷക്. ഈ ഗയോണിഷക് എപ്പോഴും കോൾബയുടെ അടുത്ത് വന്നിട്ട് കോൾബയോട് പറയും, ഫാദർ, എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്, ഞാനിവിടെ കിടന്ന് മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഈ മനുഷ്യനെ എപ്പോഴും സാന്ത്വനിപ്പിച്ചുകൊണ്ട് കോൾബെ പറയും, യു പ്രേ, ഗോഡ് വിൽ ഡു ദ റെസ്റ്റ്. ഇങ്ങനെ അവരവിടെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന കാലത്ത് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു വ്യക്തി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അത്രയ്ക്ക് സ്ട്രിഞ്ചൻ്റ് ആയിട്ട് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ശൈലിയാണ് ഓഷ്വിറ്റ്സിലുള്ളത്. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ഫ്രീഡം വേണമെന്ന് വിചാരിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരാളെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ തടങ്കലിലുണ്ടായിരുന്ന എല്ലാവരെയും ലൈനപ്പ് ചെയ്തു, ഇയാളെ തിരിച്ചു കൊണ്ടുവന്നു. ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ 10 പേരെ ആണ് അവരവിടെ എക്സിക്യൂട്ട് ചെയ്ത് കളയും. അങ്ങനെ 10 പേരുടെ റോൾ കോളുകളാണ് വിളിക്കുന്നത്. ഓരോരുത്തരുടെ റോൾ കോളുകൾ വിളിക്കുമ്പോൾ ഇതാ ഗയോണിഷക്കിന്റെ നമ്പറും വിളിക്കുകയാണ്. ഇത് കേട്ട് പേടിച്ച ഗയോണിഷക്ക് അലറി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്തെ ലൈനിൽ നിന്ന ഫ്രാൻസിസ്കൻ ഫ്രയറായ മാക്സിമിലിയൻ കോൾബെ ആ കമാൻഡറിന്റെ മുന്നിലേക്ക് വന്നു. ലൈൻ തെറ്റിച്ച് കമാൻഡറിന്റെ മുന്നിലേക്ക് വന്നപ്പോൾ തന്നെ കൂടെ നിന്ന് ആൾക്കാർ ഭയന്നുപോയി. കാരണം ആ ലൈൻ തെറ്റിച്ച് ഒരാൾ ഒരിക്കലും അങ്ങനെ വരാൻ ധൈര്യപ്പെടില്ല. അപ്പൊ തന്നെ അയാളെ വെടിവെച്ചു കൊന്നു. പക്ഷെ കമാൻഡർ ഒന്നും ചെയ്തില്ല. കമാൻഡറിന്റെ മുന്നിൽ നിന്ന് കോൾബെ കമാൻഡറിനോട് ചോദിക്കുകയാണ്, ഐ ആം എ കപ്പുച്ചിൻ മങ്ക്, ഐ ഹാവ് നത്തിങ് ടു ലൂസ്, ക്യാൻ ഐ ഡൈ ഫോർ ഹിം? ഹി ഹാസ് ഗോട്ട് ഹിസ് ഫാമിലി, ഹിസ് ചിൽഡ്രൻ വിത്ത് ഹിം. ഇത് കേട്ട കമാൻഡർ ആകാശത്തേക്ക് നോക്കിയെന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ. അതിനുശേഷം അയാൾ പറയുകയാണ്, സ്വിച്ച് അല്ലെ എക്സ്ചേഞ്ച്. മാക്സിമിലിയൻ കോൾബയെ കാനനൈസ് ചെയ്യുന്ന സമയത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രസക്തമാണ്. The moment when the commander uttered the word switch, the Catholic Church got one of its greatest saints ever. മാക്സിമിലിയൻ കോൾബയുടെ കഥ ഇവിടെ തീരുന്നില്ല. അദ്ദേഹത്തെ സ്റ്റാർവേഷൻ ചേംബറിലേക്ക് കൊണ്ടുപോവുകയും സ്റ്റാർവേഷൻ ചേംബറിൽ അദ്ദേഹം 2 ആഴ്ച കഴിഞ്ഞിട്ടും മരിക്കാതെ കിടക്കുന്നത് കണ്ടിട്ട് അവസാനം കാർബോളിക് ആസിഡ് കുത്തിവെച്ചാണ് മാക്സിമിലിയൻ കോൾബയ്ക്ക് മരണം സംഭവിക്കുന്നത്. കാർബോളിക് ആസിഡ് കുത്തിവെക്കാനായി കൊണ്ടുവരുമ്പോഴും മാക്സിമിലിയൻ കോൾബയെ ഭിത്തിയിലേക്ക് ചാരി എന്ന് ആവേ മരിയ ആവേ മരിയ എന്ന് പാടിയിരുന്നെന്ന് അവിടുന്ന് ഉള്ള ടെസ്റ്റി മണി നൽകിയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾക്കറിയാവുന്ന ഒരു ചരിത്ര സത്യമാണ്. ഇതിനുശേഷം മാക്സിമിലിയൻ കോൾബയുടെ ശരീരം കൊണ്ടുപോയി ഗ്യാസ് ചേംബറിൽ കത്തി ചാമ്പലാക്കി ചാരമാക്കുകയും ചാരമായതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടി ഈ ചാരം വാരി അവരുടെ പോക്കറ്റിലും എല്ലാം നിറയ്ക്കാനും തുടങ്ങിയപ്പോൾ കമാൻഡർ പറഞ്ഞു, ഇയാളുടെ ചാരം പോലും വെച്ച് പൊറുപ്പിക്കാൻ കൊള്ളില്ല, നമുക്കത് കാറ്റിൽ പറത്താം. പിന്നീട് ഒരിക്കൽ ഗയോണിഷക്ക് തന്നെ പറയുകയുണ്ടായി, മാക്സിമിലിയൻ കോൾബെ നേരത്തെ ഉണ്ടായിരുന്നു താൻ ഇവിടെ വെച്ച് മരിക്കുകയും തൻ്റെ ശരീരം ഐ വിൽ ബി ചാർട്ട്, മൈ ബോഡി വിൽ ബി ചാർട്ട്, ബേൺ ടു ആഷസ് ആൻഡ് വിൽ ബി ഗിവൺ ടു ദ വിൻഡ്സ്. അദ്ദേഹത്തിൻ്റെ പ്രോഫസി പോലെ തന്നെ അത് നടക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഒരു വിശുദ്ധനെ അവർ ആദ്യം ഭയന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അത്ഭുതത്തെ ഭയന്നു, അതിനുശേഷം അയാളുടെ മൃതശരീരത്തെ പോലും ഭയന്ന് അതിനെ അവർ ചാരമാക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ചാരത്തെ പോലും ഭയന്ന് അവർ ആ ചാരമെടുത്ത് കാറ്റിൽ പറത്താൻ ശ്രമിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഗയോണിഷക് തിരിച്ച് ഓഷ്വിറ്റ്സിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആസ് ലോങ് ആസ് ഐ ഹാവ്
breath in my lungs, I will tell to the world about this heroic deed of this monk, that is Maximilian Kolbe. എനിക്ക് ഉറപ്പാണ് മാക്സിമിലിയൻ കോൾബെ പോലുള്ള ഒരു ഹീറോയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ ഒരുപക്ഷെ അടുത്തത് നിങ്ങൾ ധരിക്കുന്ന, നിങ്ങളുടെ കഴുത്തിൽ നിങ്ങൾ അണിയുന്ന ചെയിനിൽ ലക്കി ചാംസ് വേറൊന്നും അല്ലായിരിക്കും, ഒരു സിൽവർ ബുള്ളറ്റ് ആയിരിക്കും.